UN സുരക്ഷാ കൗൺസിലിന്റെ യോഗം ഇന്ന് തന്നെ ചേരും എന്നുള്ളതാണ്. പക്ഷേ ഇതിനു മുൻപും ഇത്തരത്തിൽ സംഘർഷങ്ങൾ ഉണ്ടായ ഘട്ടത്തിലൊക്കെ UN-ന് എത്രത്തോളം ഫലപ്രദമായി ഇടപെടൽ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ചോദ്യമുണ്ട്. പക്ഷേ അപ്പോഴും ഫ്രാൻസ് ഉൾപ്പെടെ ആവശ്യപ്പെട്ടിരുന്നു, UN-ന്റെ രക്ഷാസമിതി യോഗം ചേരണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പോൾ അടിയന്തര യോഗം വിളിച്ചിരിക്കുന്നു UN സുരക്ഷാ കൗൺസിൽ എന്നുള്ള റിപ്പോർട്ട് കൂടി വരുന്നുണ്ട്. നിലവിൽ എന്താണ് ഗൾഫിലെ സാഹചര്യം എന്നുകൂടി നമ്മൾ പരിശോധിക്കുന്നു. മുഹമ്മദ് റഹീസ് ആണ് ഇപ്പോൾ ചേരുന്നത്. മുഹമ്മദ് റഹീസ്, ഇപ്പോൾ നിലവിൽ എന്താണ് ഈ GCC രാഷ്ട്രങ്ങളിലെ സാഹചര്യം? രാജ്യ തലവന്മാർ പരസ്പരം ആശയവിനിമയം നടത്തുന്നുണ്ടല്ലോ. ഈ പുതുതായി എന്തെങ്കിലും ആക്രമണ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ GCC മേഖലയിൽ നിന്ന്? മുഹമ്മദ് റഹീസ്. ഉന്മേഷ്, ഏറ്റവും പുതുതായി ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ ദുബായിലെ ചില മേഖലകളിൽ കൂടി ഈ ആക്രമണത്തിന്റെ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അത് പ്രധാനമായിട്ടും ഈ പാം ജുമേറ മേഖലകളിലുള്ള ചില പ്രദേശത്താണ് ഇത്തരത്തിൽ അപകടമുണ്ടായത് എന്നുള്ള വിവരമാണ് നിലവിൽ പുറത്തു വരുന്നത്. അത് ഇന്ന് വൈകിട്ടോടുകൂടി ഉണ്ടായതാണ് എന്നാണ് അറിയുന്നത്. എന്തായാലും ഈ മൂന്നാം റൗണ്ട് ആക്രമണം അതാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് GCC രാജ്യങ്ങൾ ഓരോന്നും പറയുന്നുണ്ട്. അപ്പോൾ ആ മൂന്നാം റൗണ്ട് ആക്രമണത്തിനിടയിലാണ് നേരത്തെ ഈ ഇറാൻ പറഞ്ഞിരുന്നത് അല്ലെങ്കിൽ അറിയിച്ചിരുന്നത് ഇത്തരത്തിൽ ഈ സൈനിക ക്യാമ്പുകൾക്ക് നേരെ മാത്രമായിരിക്കും ഒരു ആക്രമണം ഉണ്ടാവുക എന്നുള്ളതാണ്. പക്ഷേ നിലവിൽ ദുബായിൽ ആക്രമണം നടന്നിരിക്കുന്നത് അത് ഒരു റെസിഡൻഷ്യൽ മേഖലയിലേക്കാണ് എന്നുള്ള തരത്തിലാണ് നിലവിൽ മനസ്സിലാകുന്നത്. ഇതിന് UAE സ്ഥിരീകരണം നൽകിയിട്ടില്ല. UAE ഇത് ഉറപ്പിച്ചു പറയുന്നില്ല, ഒരു തരത്തിലും സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ ചില ദൃശ്യങ്ങൾ ലഭിക്കുന്നത് ആ തരത്തിലാണ്. UAE-യിൽ ഈ ആക്രമണം ശക്തമായി ഇപ്പോൾ നടക്കുന്നു. അത് ദുബൈയിലേക്ക് കൂടി വ്യാപിച്ചിരിക്കുന്നു. നേരത്തെ ഉച്ചയ്ക്ക് ഇത് അബുദാബിയിൽ മാത്രമായിരുന്നു UAE-യിൽ നിലവിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത്. പക്ഷേ ഇതിപ്പോൾ ദുബായിലേക്ക് കൂടി വ്യാപിക്കുന്നു എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ മാറുന്നത്. അതിനും അപ്പുറത്തേക്ക് മറ്റ് ചില പ്രശ്നങ്ങൾ, അത് ദുബായിലുണ്ടായ ആക്രമണം ഇപ്പോൾ സ്ഥിരീകരിച്ച് തന്നെ പറഞ്ഞിരിക്കുകയാണ്. ദുബായിൽ ഉണ്ടായ ആക്രമണം അത് സ്ഥിരീകരിച്ച് ഇപ്പോൾ UAE-യുടെ പ്രതിരോധ മന്ത്രാലയം വ്യക്തമായി തന്നെ പറയുന്നുണ്ട് ഈ ആക്രമണം നടന്നിട്ടുണ്ട് എന്ന്. എന്നാൽ ഇതെല്ലാം കൃത്യമായി ഡിഫ്യൂസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള തരത്തിലാണ് ഈ പ്രതിരോധ മന്ത്രാലയം അതിനെ കാണുന്നത്. എന്തായാലും അബുദാബിയിൽ മാത്രമല്ല ദുബായിലേക്ക് കൂടി ആക്രമണം വ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനം. അത് UAE സ്ഥിരീകരിച്ചു കൂടി പറയുന്നുണ്ട്. അങ്ങനെ അത്തരത്തിൽ ഇത് വ്യാപിച്ചു കൊണ്ടുവരികയാണ്. അതിനും അപ്പുറത്തേക്ക് കുവൈറ്റിലും വലിയൊരു ആക്രമണമാണ് അല്പസമയം മുൻപ് നടന്നത്. അതിന്റെ കാഷ്വാലിറ്റിയും വലുതാണെന്നാണ് മനസ്സിലാക്കുന്നത്. അത് കുവൈറ്റ് വിമാനത്താവളത്തിലേക്കാണ് ഒരു ഡ്രോൺ ആക്രമണം ഉണ്ടായത്. ഏതാനും പേർക്ക് പരിക്ക് പറ്റിയതായും പറയുന്നു. ചെറിയ തോതിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു. വിമാനത്താവളത്തിലെ ഒരു കെട്ടിടത്തിന് സമീപമാണ് ഡ്രോൺ പതിച്ചത്. ആക്രമണത്തിൽ ഏതാനും പേർക്ക് നിസ്സാരമായി പരിക്കേറ്റു. അവർക്ക് ഉടൻ തന്നെ പ്രാഥമിക ചികിത്സ നൽകി. ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നാണ് വിവരം. ഒപ്പം തന്നെ വിമാനത്താവളത്തിലെ ഒരു ടെർമിനലിന്റെ ഭാഗത്തിന് ചെറിയ രീതിയിലുള്ള കേടുപാടുകൾ പറ്റിയിട്ടുണ്ട്. എന്നാൽ വിമാനങ്ങൾക്കോ റൺവേക്കോ വലിയ തകരാറുകളൊന്നും സംഭവിച്ചിട്ടില്ല. ആക്രമണത്തെ തുടർന്ന് ഈ കുവൈറ്റ് വിമാനത്താവളത്തിലെ സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. കൂടുതൽ ഡ്രോണുകളോ മറ്റു ഭീഷണികളോ ഇല്ലെന്ന് ഉറപ്പുവരുത്താൻ സൈന്യവും സുരക്ഷാ ഉദ്യോഗസ്ഥരും പരിശോധന നടത്തി തുടങ്ങിയ വിവരങ്ങൾ കുവൈറ്റിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഗൾഫ് മേഖലയും രാത്രി അശാന്തമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. നേരത്തെ UAE-യിൽ ദുബായ് സേഫ് സോണിലായിരുന്നുവെങ്കിൽ ഇന്ന് ഇപ്പോൾ രാത്രിയിലേക്ക് കടക്കുമ്പോൾ ദുബായും സേഫ് സോണിലല്ല എന്ന് പറയേണ്ടി വരും. അവിടെ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നു. അതിന് വലിയ കാഷ്വാലിറ്റി ഇല്ല എന്ന് അധികൃതർ അറിയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. അബുദാബിയിലാണ് എന്തായാലും ഈ ഗൾഫ് മേഖലയിൽ ഒരു മരണം സ്ഥിരീകരിച്ചത്. അത് ഉച്ചയ്ക്കായിരുന്നു. അപ്പോൾ അബുദാബിയിൽ ആ ഒരു മരണം മാത്രം പറയാം. അതിനപ്പുറത്തേക്ക് ദുബായിലേക്ക് ആക്രമണം വ്യാപിക്കുമ്പോൾ ഇത് എങ്ങോട്ടാണ് ഈ പോക്ക് എന്നുള്ള ആശയും അങ്കലാപ്പുമുണ്ട്. ഒപ്പം തന്നെ ആവർത്തിച്ച് UAE പറയുന്നത് തങ്ങളുടെ പരമാധികാരത്തിനെയും സുരക്ഷയെയും സ്ഥിരതയെയും നിലനിർത്താനുള്ള എല്ലാ വഴികളും തങ്ങൾ തേടും എന്നാണ്. ഒപ്പം തന്നെ അന്താരാഷ്ട്ര നിയമങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് രാജ്യത്തിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യാൻ വന്നാൽ അതിനെ നേരിടും എന്നുകൂടി ഏറ്റവും ഒടുവിലായി മിനിറ്റുകൾക്ക് മുൻപ് മാത്രം പുറത്തു വന്ന ആ ഒരു പ്രതിരോധ മന്ത്രാലയത്തിന്റെ വാർത്താക്കുറിപ്പിൽ കൂടി പറഞ്ഞു വെക്കുകയാണ്. അങ്ങനെ എന്തായാലും നിലവിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന ഒരു സ്ഥിതിയുണ്ട്. മൂന്ന് തവണയായിട്ട് ഇന്ന് ഉച്ചയ്ക്ക് തുടങ്ങിയ ആക്രമണം അത് 3 തവണയായിട്ട് ഇപ്പോൾ അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരേ സമയം തന്നെ കുവൈറ്റിലും ദുബായിലും ഒക്കെ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.